മനോജ് പൊയിലൂരാണ് ഇല്ലം. 8ാം ബാച്ചിലെ പഠിതാവാണ്. രേവതി നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം കുറച്ച് രേവതി നക്ഷത്രത്തിനെ കുറിച്ച് പറയാം. 27ാമത്തെയും അവസാനത്തേതുമായ നക്ഷത്രമാണ് രേവതി. ഒരു ആത്മീയ യാത്രയുടെ അവസാനമാണ് രേവതി നക്ഷത്രം സൂചിപ്പിക്കുന്നത്. ഇത് മീനക്കൂറിലാണ് ഉള്ളത്. ഈ യാത്ര ശുഭമായി കലാശിക്കാൻ സഹായിക്കുന്ന ദേവനാണ് പൂഷാവ്. രേവതി നക്ഷത്രത്തിന്റെ മൃഗം ആന, സ്ത്രീ യോനിയാണ്. ദേവഗണം പക്ഷി മയിൽ, ഭൂതം ആകാശം, വൃക്ഷം ഇലിപ്പ. രേവതിക്ക് 4 പാദങ്ങളുണ്ട്. ഓരോ പാദത്തിലും ജനിച്ചവർക്ക് പൊതു സ്വഭാവത്തിനൊപ്പം വ്യത്യസ്ത സ്വഭാവങ്ങൾ വേറെയും ഉണ്ടായിരിക്കും. ചഞ്ചല മനസ്കരും സ്വാതന്ത്ര്യദാഹികളുമായിരിക്കും. 80 വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി ഇതിന്റെ അതിദേവത പൂഷാവാണ്. ഈ പൂഷാവ് എന്ന് പറയുന്നത് 12 ആദിത്യന്മാരിൽ, വേദകാലഘട്ടത്തിലെ 12 ആദിത്യന്മാരിൽ ഒരാളായിട്ടാണ് കരുതുന്നത്. ഇതില് സൂര്യൻ, ആര്യമാവ്, തൃഷ്ടാവ്, സവിതാവ്, ഭഗൻ, ദത്തൻ, വിദതൻ, വരുണൻ, മിത്രൻ, ഇന്ദ്രൻ, വിഷ്ണു, ഇതിന്റെ എല്ലാം ഒപ്പം പൂഷാവും ഉണ്ട്. പൂഷാവ് പ്രധാനമായും അദിതി ദേവിയുടെ പുത്രനാണ്. വളർച്ച, സുരക്ഷിതമായ യാത്ര, പോഷിപ്പിക്കുക എന്നിവയാണ് പ്രധാനമായി ചെയ്യുന്നത്. എല്ലാ യാത്രാവഴികളും അറിയുന്ന ആളാണ് പൂഷാവ്. യാത്രക്കാരെ സംരക്ഷിക്കുന്നു, കന്നുകാലികളെ സംരക്ഷിക്കുന്നു, ദിശ നഷ്ടപ്പെട്ടവർക്ക് ശരിയായ ദിശ നൽകുന്നു. പിന്നെ ആത്മീയ രീതിയിൽ പറയുകയാണെങ്കിൽ വേർപിരിഞ്ഞ ആത്മാവിന് അടുത്ത ലോകത്തിലേക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതും പൂഷാവാണ്. പൂഷാവിന്റെ രൂപം ആടുകളാൽ നയിക്കപ്പെടുന്ന രഥത്തിൽ സ്വർണ്ണ കുന്തം കൈകളിലേന്തി നിലകൊള്ളുന്നതാണ്. പൂഷാവ് സവിതാവായും സൂര്യനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യൻ എന്ന് പറഞ്ഞാൽ പല സൂര്യന്മാരുണ്ട്. സൂര്യന്റെ പ്രവൃത്തി ചെയ്യുന്നതിനായി പല സൂര്യന്മാരുണ്ട്. ഇങ്ങനെ വരുന്ന ആദിത്യന്മാർക്ക് വഴികാട്ടി കൊടുക്കുകയാണ് പൂഷാവിന്റെ ജോലി. അപ്പോൾ ആരോഗ്യമുള്ള വിളകൾക്കും ജീവികളിലെ പരസ്പരമുള്ള സമാഗമനത്തിനും കാരണമാകുന്നു. ഈ സമാഗമത്തിന് യാത്രാ ദുരിതമോ തടസ്സമോ ഉണ്ടാകുന്നില്ല പൂഷാവ് കാരണം. പിന്നീട് പൂഷാവിന് പ്രധാനമായിട്ടും വഴിപാടുകൾ, തൈര്, പാനീയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. കാരണം ദക്ഷയാഗത്തിന്റെ സമയത്ത് പൂഷാവ് അവിടുത്തെ യജ്ഞോപവീതം ഭക്ഷിക്കാൻ ശ്രമിക്കുകയും കോപിഷ്ഠനായിട്ടുള്ള വീരഭദ്രൻ പൂഷാവിന്റെ പല്ലുകൾ അടിച്ച് താഴെയിട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാബു. 10-11 ബാച്ചിലെ പഠിതാവാണ്. ശ്രീ ഗുരുഭ്യോ നമ. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയിരുന്നില്ല TVSRCക്കും ശ്രീരാമകൃഷ്ണനും ഹരിയേട്ടനും എൻ്റെ സഹപാഠികൾക്കും ആദ്യമായി നന്ദി, നമസ്കാരം. ഇപ്പോൾ പൊയിലൂർ മനോജേട്ടൻ പറഞ്ഞതിൻ്റെ ഒരു കുറച്ചുകൂടി 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അതൊക്കെ തന്നെയാണ് ഞാനും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായത്. അപ്പോൾ രേവതി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് സമ്പത്ത്, ഐശ്വര്യം, യാത്ര, സൗമ്യത, ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബുധന്റെ ബുദ്ധിയും മീനത്തിന്റെ സ്നിഗ്ധതയും ചേർന്നൊരു നക്ഷത്രമാണ് രേവതി. പക്ഷെ രേവതിയുടെ പിന്നിൽ നിൽക്കുന്ന ദേവതയായ പൂഷാവിനെ കുറിച്ച് നമ്മൾ അധികം അറിഞ്ഞില്ലായിരിക്കാം. ആ പൂഷാവിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂഷാവിനെ വിശേഷിക്കാൻ, ഇപ്പൊ മനോജേട്ടൻ പറഞ്ഞ പോലെ വിശേഷിപ്പിക്കാൻ വഴികാട്ടിയാണ്. വിശേഷിപ്പിക്കാനുള്ള എളുപ്പമുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രഹ്മാണ്ടത്തിന്റെ വഴികാട്ടി അല്ലെങ്കിൽ കോസ്മിക് GPS എന്ന് പറയാം. GPS നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ മാപ്പ്. ഇന്നിപ്പോ നമ്മൾ മാപ്പുകളും ഇതില്ലാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ കുറവാണ്. അതുപോലെ പൂഷാവ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇന്നും നമ്മൾക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഒരു ദേവനാണ്. 12 ആദിത്യന്മാരിൽ ഒരാളാണ്. ഇപ്പൊ മനോജേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പല അവസരങ്ങളിലും വഴിതെറ്റും. ഏത് വഴി പോകണം എന്നറിയില്ല. ചിലപ്പോൾ ജോലി മാറേണ്ടി വരും, ചിലപ്പോൾ ഒരു ബന്ധം അവസാനിക്കും, ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും, ഒരു ജീവിതഘട്ടം അവസാനിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്രയിലാണ് പൂഷാവിന്റെ യഥാർത്ഥ പ്രാധാന്യം വരുന്നത്. പൂഷാവിന്റെ ഇപ്പോൾ മനോജേട്ടൻ പറയുകയുണ്ടായ ആ രൂപത്തെക്കുറിച്ച്, ആടിന്റെ പുറത്താണ്. അപ്പം സാധാരണ നമ്മൾ മറ്റുള്ള ദേവന്മാരെ നോക്കിയാൽ കുതിരയാണ് മറ്റെല്ലാ ദേവന്മാരുടെയും രഥം വലിക്കുന്നത്. പക്ഷെ പൂഷാവിൻ്റെത് മാത്രം ആടാണ്. അപ്പൊ എന്തുകൊണ്ട് ആട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടാവാം, വളരെ കുത്തനെയുള്ള മലഞ്ചെരിവുകളിലും അല്ലെങ്കിൽ ഇടുങ്ങിയ വഴികളിലും അപകടകരമായ പാതകളിലും ഒക്കെ ആടുകൾ വളരെ അതിശയകരമായ സമതുലിതാവസ്ഥയോടുകൂടിയാണ് അവർക്ക് സഞ്ചരിക്കാൻ പറ്റുക. അവർ വീഴില്ല.
അതുപോലെ ഈവൻ തൊട്ടാവാടി മുള്ളുകൾ പോലെ ആട് ഭക്ഷണമായി കഴിക്കുന്നുണ്ട്. അപ്പൊ അതൊരു മനോഹരമായ പ്രതീകമാണ്. ഇത് നമ്മൾക്ക് തരുന്ന സന്ദേശം, ജീവിതം എല്ലായ്പ്പോഴും നമുക്കൊരു ഒരു ഹൈവേ പോലെ ആയിരിക്കില്ല. വഴി വളരെ ഇടുങ്ങിയതായിരിക്കാം, ചിലപ്പോൾ മുന്നിൽ എന്താണെന്ന് പോലും കാണാൻ കഴിയില്ല. അപ്പോഴാണ് പൂഷാവിന്റെ ശക്തി പ്രസക്തമാകുന്നത്. അപ്പൊ വഴി എളുപ്പമാകണമെന്നില്ല, പക്ഷെ ശരിയായ വഴിയിലൂടെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് തരുന്ന പൂഷാവ് നമ്മളെ സഹായിക്കുന്നു. അതാണ് ഇത് രേവതിയുടെ ഒരു ആഴത്തിലുള്ള സന്ദേശം. പിന്നൊരു വിശേഷം എന്ന് പറയാൻ, ഇപ്പൊ മനോജേട്ടൻ പറയുകയുണ്ടായി ആ പല്ല് അടിച്ചു പൊട്ടിച്ചു എന്നുള്ള സംഭവം. അത് തന്നെയാണ് പുരാണങ്ങളിൽ ദക്ഷയാഗത്തിന്റെ സമയത്ത് ശിവന്റെ കോപത്തെ തുടർന്ന് പൂഷാവിന്റെ പല്ലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അപ്പൊ അതിനുശേഷം ഈ പൂഷാവ് കഠിനമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല, കരംഭം പോലെയുള്ള മൃദുവായ ഭക്ഷണങ്ങൾ കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കരംഭം എന്നുള്ളതിന്റെ മീനിങ് നമ്മൾ സംസ്കൃതത്തിൽ നോക്കിയാൽ മൃദുവായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ തൈര്, പാല്, അത് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പായസം പോലെയുള്ള വളരെ മൃദുത്വമായ ഭക്ഷണങ്ങൾ അതിനുശേഷം കഴിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രേവതി നക്ഷത്രക്കാരെ വളരെ മൃദുത്വ സ്വഭാവക്കാരും ഒക്കെയായി കണക്കാക്കുന്നത് ജ്യോതിഷ ശാസ്ത്രപ്രകാരം. അപ്പം അതിൽ വേറൊരു സന്ദേശമുള്ളത്, ജീവിതത്തെ എല്ലായ്പ്പോഴും കടിച്ചു തിന്നേണ്ടതല്ല, ചില കാര്യങ്ങളെ മൃദുവായി സ്വീകരിക്കാനും പഠിക്കണം എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സന്ദേശം. ഇനി മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, വഴിതെറ്റിയവരുടെ കാവൽക്കാരനായിട്ടാണ് നമ്മൾ ഋഗ്വേദത്തിൽ പൂഷാവിനെ കാണിക്കുന്നത്. വഴിതെറ്റിയവരെ കണ്ടെത്തുക, യാത്രക്കാരെ സംരക്ഷിക്കുക, നഷ്ടപ്പെട്ട കന്നുകാലികളെ കണ്ടെത്താൻ സഹായിക്കുക, ഇതുമായി പൂഷാവിനെ ബന്ധപ്പെടുത്തി ഒരുപാട് പ്രാർത്ഥനകളും ശ്ലോകങ്ങളും ഋഗ്വേദത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പൂഷാവിനെ ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ തന്നെ കാണാം. പിന്നെ വഴി തെറ്റിയവർ, അല്ലെങ്കിൽ ഇവിടെ ലോസ്റ്റ്, ആ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, പലതരത്തിലാവാം. നഷ്ടപ്പെട്ടത് ഒരു ബന്ധമാവാം, നഷ്ടപ്പെട്ടത് ഒരു അറിവായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ ദിശ തന്നെ നഷ്ടപ്പെട്ടിരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ വീണ്ടും നമ്മൾ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ശക്തിയാണ് പൂഷാവ്. അവസാന യാത്ര, ഇപ്പൊ രേവതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിലെ അവസാന നക്ഷത്രമാണ്. അതുകൊണ്ട് അതൊരു യാത്രയുടെ അവസാനത്തെയും അതോടൊപ്പം അടുത്ത യാത്രയുടെ തുടക്കത്തെയും പ്രതിനിധീകരിക്കും. ഈ പൂഷാവിനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രാൻസിഷൻ ഗൈഡ് ആയി കാണാം. ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മെ അഡ്വൈസ് ചെയ്ത് നയിക്കുന്ന ഒരു ആളാണ് പൂഷാവ്. ഒരു യാത്രയുടെ അവസാനത്തിൽ നിന്ന് മറ്റൊരു യാത്രയുടെ തുടക്കത്തിലേക്ക്. മരണാനന്തര യാത്രയുമായും പൂഷാവിനെ ബന്ധിപ്പിക്കുന്ന പല പാരമ്പര്യ വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വിശാലമായി നോക്കുമ്പോൾ ഇവിടെ പറയുന്ന അവസാന യാത്ര എന്നത് ജീവിതത്തിലെ എല്ലാ വലിയ മാറ്റങ്ങളെയും പ്രതീകമായി മനസ്സിലാക്കാം. പിന്നെ രേവതി നക്ഷത്രത്തെ വെറും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നക്ഷത്രമായി മാത്രം കാണുന്നതിന് പകരം രേവതിയുടെ പിന്നിലെ പൂഷാവ് നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. നീ വഴിതെറ്റിയാലും യാത്ര അവസാനിച്ചാലും, ഒരു വാതിൽ അടഞ്ഞാലും യാത്ര അവിടെ അവസാനിക്കുന്നില്ല. കാരണം ഓരോ അവസാനത്തിനും പിന്നിൽ ഒരു പുതിയ തുടക്കവുമുണ്ട്. ആ പുതിയ തുടക്കത്തിലേക്കുള്ള വഴിയിൽ നമ്മളെ സുരക്ഷിതമായി നയിക്കുന്ന ഒരു ദൈവിക വഴികാട്ടിയാണ് പൂഷാവ്. അതുകൊണ്ട് തന്നെ രേവതിയുടെ യഥാർത്ഥ സന്ദേശം ഒരുപക്ഷെ ഇതായിരിക്കാം: നിങ്ങളുടെ യാത്ര എത്ര ദുഷ്കരമായാലും ശരിയായ വഴികാട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തിൽ വഴിതെറ്റുകയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.